ശൈശവവിവാഹത്തിന്റെ തീവ്രത സൂചിപ്പിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്നും എത്തുന്നത്. 17-കാരിയായ പെൺകുട്ടി വിവാഹം കഴിഞ്ഞു രണ്ടാം നാൾ അമിത രക്തസ്രാവം മൂലം ദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് സംഭവം. ഈറോഡ് പുഞ്ചൈപ്പുളിയമ്പട്ടി സ്വദേശിനിയായ 17-കാരിയാണ് വിവാഹം കഴിഞ്ഞ് രണ്ടാം ദിവസം മരിച്ചത്. സംഭവത്തിൽ പെൺകുട്ടി വിവാഹം കഴിച്ച ബന്ധുവും ഭവാനിനഗർ സ്വദേശിയുമായ ശക്തിവേലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മാസം 15-നായിരുന്നു പെൺകുട്ടിയും ശക്തിവേലും തമ്മിലുള്ള വിവാഹം. 17-ാം തീയതിയാണ് പെൺകുട്ടി മരിച്ചത്. ആരോഗ്യനില ഗുരുതരമായതിനു പിന്നാലെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് പെൺകുട്ടി മരിച്ചത്. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് ശക്തിവേലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോക്സോ ചുമത്തിയാണ് അറസ്റ്റ്. പെൺകുട്ടിക്ക് 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണുള്ളത്. 8ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ ശേഷം കൃഷിപ്പണിക്ക് പോവുകയായിരുന്നു. ജൂലൈ 15-ന് വിവാഹം കഴിഞ്ഞ പെൺകുട്ടിക്ക് 16-ാം തീയതി ഭർത്താവിൻ്റെ വീട്ടുകാർ വയറുവേദനയുടെ ഗുളിക നൽകിയെന്നാണ് റിപ്പോർട്ട്. ഗുളിക കഴിച്ചതിന് പിന്നാലെ പെൺകുട്ടിക്ക് പെട്ടെന്ന് രക്തസ്രാവം ഉണ്ടാവുകയും പെൺകുട്ടിയെ സത്യമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സ്ഥിതി ഗുരുതരമായതോടെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും 17-ാം തീയതി മരിച്ചു. പെൺകുട്ടി മരിച്ചതിന് പിന്നാലെ പെൺകുട്ടിയുടെ അമ്മ ശക്തിവേലിനെതിരെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ശൈശവവിവാഹമാണ് നടന്നതെന്ന് കണ്ടെത്തിയത്. ശക്തിവേലിനെ പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് സത്യമംഗലത്തെ ജയിലിലടച്ചു. ശൈശവവിവാഹം ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. ശൈശവവിവാഹത്തിന് കൂട്ടുനിൽക്കുന്നവരെല്ലാം കുറ്റക്കാരാണ്. എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന സംസ്ഥാനത്താണ് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ശൈശവവിവാഹം ഒരു തലമുറയുടെ സുരക്ഷിതവും സുസ്ഥിരവുമായ ഭാവിയെ തകർക്കുന്നു. ഇത് വെറുമൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.